അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളുടെ വീട്. വീടാണ് ഗൈസ്. 5.5 ലാക്കാണ് ഒന്ന് നിന്റെ വില വരുന്നത്. നമുക്ക് ഇനി വീട് മൊത്തത്തിൽ കാണിക്കാം ഗൈസ്. ആദ്യം ഔട്ട് സൈഡിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഗൈസ്. ഇവിടെ നമ്മളിപ്പോൾ വേറെ വീടുണ്ട്. പിന്നെ ഇവിടെ നമ്മളെ സ്വന്തം ഗരാജ്. ഇവിടെ ഗൈസ് ലൈറ്റൊക്കെ കിട്ടുകയാണ് ഗൈസ്. നമ്മളെ നബീദീനായാലും ലൈറ്റൊക്കെ തൊട്ടിട്ട്. പിന്നെ ഈ ഡോറ് തുറക്കുമ്പോൾ നമ്മളെ സ്വന്തം വണ്ടി ഇവിടെ എടുക്കും. പുറത്തേക്ക് ഇട്ടാലേ ഗൈസ്. പുറത്തുനിന്ന് ഉള്ളിലിടുന്നു. നമുക്കിത് പുറത്തേക്കിടാം. അതിന് ടെമ്പറ്റിൽ നമുക്ക് പുറത്തിലിട്ട് കാണിക്കുന്നൊരു ഫോട്ടോ ഇടാം ഗൈസ്. ഇപ്പത്തിന് താഴ്ത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇതാണ് ഇത് നമ്മളെ ഗരാജ്, സ്വന്തം ഗരാജ്. പിന്നെ ഇത് അടിച്ചണം. ഇത് അടിയാൻ മാത്രം കൊടുക്കില്ല. സിബറാണ് ചുവന്ന സ്വിച്ച്. ഇത് സിബറാണ് ചുവന്ന സ്വിച്ച്. നമ്മളിതിൻ്റെ നല്ല സ്പീഡിൽ ആവും. പിന്നെ ഇവിടെ നമുക്ക് സിറ്റ് ഔട്ട് ഉണ്ട് ഗൈസ്. ഇവിടെ കാറാൾക്ക് മറ്റേ സിവിക്കിനൊക്കെ ഇവിടെ ഇല്ല ഗൈസ്. സിവിക്ക് അത് ആ കാറിന് ഇവിടെ നല്ലപോലെ സ്പേസിൽ നിർത്തിയിടാൻ പറ്റും. പിന്നെ നമ്മൾ വീടുണ്ടായത് ഒരു മഞ്ഞ സ്ഥലത്താണ് ഗൈസ്. മഞ്ഞ് ചെയ്യണ സൈഡ്. ഇവിടെ കുറേ ആൾക്കാർക്ക് ഇരിക്കുക. പിന്നെ ചില ആൾക്കാർ ഉറങ്ങുകയാണെങ്കിൽ ഇവിടെ ഇരുന്ന് ഈ സ്ഥലത്ത് ഉണ്ടാകും. ഈ നിൽക്കണ ബാക്കിലൊന്നും ഇല്ലാത്ത അവിടെ ഇരുന്നുകൊണ്ട് ഉറങ്ങിയിട്ട് തലടിച്ച് വീഴാതെ നോക്കേണ്ടി വരും തോന്നുന്നു ഗൈസ്. ഇനി നമുക്ക് ഈ സൈഡ് കാണിക്കണ്ടേ. പിന്നെ ഇവിടെ നമുക്ക് കാറ് നിർത്താൻ പറ്റും ഗൈസ്. പക്ഷെ നല്ല ലോ ആയിട്ടുള്ള നമ്മൾ അടിക്ക് ഇങ്ങനെ അമ്പിച്ച് ഉണ്ടാക്കണ എന്തെങ്കിലും കാറുണ്ടെങ്കിൽ ഇതിൽ കൂടി പോയാൽ എന്തായാലും അടി തട്ടും. അതുകൊണ്ട് നമ്മളിപ്പോൾ അവിടെ ഗരാജിലാണ് വണ്ടി നിർത്തിയിട്ടുള്ളത്. വെറുതെ മഞ്ഞ് കൊള്ളണ്ടല്ലോ വണ്ടി. പിന്നെ ഇവിടെ നമുക്ക് എന്താ പറയുക, ഇനി നമുക്ക് പശ്ചിമം വർത്തമാനം പറയാനൊക്കെയുള്ള സ്ഥലമാണിത്. പിന്നെ ഇങ്ങോട്ട് നമുക്ക് പോയാൽ ഇവിടെ ഒരു സോഫ പോലെ ആടാൻ പറ്റുന്ന ഒരു കസാല കാണാം. ഇവിടെ ക്യാമ്പ് ഫയർ ഉണ്ടാവും. ഇവിടെ ക്യാമ്പ് ഫയർ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ബെഞ്ചുണ്ട്. ഈ ഇരിക്കാനുള്ള സാധനം മാത്രമേ ഉള്ളൂ ഇവിടെ സെറ്റപ്പ് ആയിട്ട് തോന്നും. പിന്നെ ഇവിടെ ലൈറ്റ്, പിന്നെ റിയാലിറ്റിക്ക് ഇവിടെ കുറച്ച് പെയിൻറ്റ് പോയ കാര്യമാണ്. പിന്നെ നമുക്ക് മേലേക്കേക്ക് പോവാം. പിന്നെ മേലെ നല്ല രസമുണ്ട് കേട്ടോ. ഇതവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയും ഞാൻ താഴത്ത് പറഞ്ഞതും. പിന്നെ ഇവിടെ നമുക്ക് മറ്റ് പാർട്ടിയിലൊക്കെ പോകുമ്പോൾ ഉണ്ടാവില്ലേ, ഒരു ചോദിച്ച വെള്ളം തരും, അതേമാതിരി ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ വേറൊരു ക്യാമ്പ് ഫയർ ഉണ്ട്. അങ്ങോട്ട് പോയാൽ നമുക്ക് വ്യൂ കാണാനുള്ള സ്ഥലമുണ്ട്. ബാൽക്കണി മേലെയാണ് കാണും. 2 ബാൽക്കണി ഉണ്ട് ഗൈസ് നമ്മളെ പേരയിൽ. പിന്നെ ഇവിടുത്തെ ഒരു ബെഞ്ച്, ഇവിടെ വെറുതെ ഇരിക്കാനായിട്ട് ഇതിൽ കുറേ ബെഞ്ചാണ് കിട്ടുന്നത്. പിന്നെ ഇവിടെ ഷെവലി. ഇവിടെ അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഇതിൽ അങ്ങോട്ട് പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി വൈബ് കിട്ടായിരുന്നു ഗൈസ്. പിന്നെ അവിടെ നോക്കി. പിന്നെ ഗൈസ് ബാക്ക് നമ്മൾ ഫുള്ളും കാണിച്ച് കുറച്ച് ലേഖം കടിക്കണ്ടോ ഡൗട്ട്. പിന്നെ ബാക്കിൽ കൂടി നമുക്ക് കയറാനും പറ്റും ഗൈസ്. അടിച്ചേക്കാലേ. പിന്നെ ഇവിടെ നമുക്ക് സോഫ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് അങ്ങോട്ട് ഇങ്ങനെ നോക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇങ്ങോട്ട് പോകണ്ടി. ഇനി നമുക്ക് താഴത്തേക്ക് പോകാം ഗൈസ്. നല്ല താഴത്തേക്ക് നോക്കി പോകണം, അല്ലെങ്കിൽ തല അടിച്ച് ചെയ്യുമ്പോൾ നല്ല രസമുണ്ടാവും.
പിന്നെ ഗൈസ് ഇവിടെ അല്ലേ ഇത് നമ്മൾ കാണിച്ചിരിക്കണം, ഇത് നമ്മൾ കാണിച്ചിരിക്കണം, ഇത് നമ്മൾ കാണിച്ചിട്ടില്ല. ഇനി നമുക്ക് താഴെ മുഴുവൻ കാണിക്കണം. നമുക്ക് ഒരു തലക്കുന്ന് തുടങ്ങാം. ഗൈസ് പിന്നെ ഇത് മറക്കാം, ഇത് നമ്മൾ ഗരാജിൻ്റെ ഇതിൽ കൂടി നമുക്ക് ഇതിൽ കൂടി വീട്ടിൻ്റെ ഉള്ളിലേക്കും കയറാം, വീട്ടിൽ നിന്ന് പുറത്ത് ഗരാജിക്കും പോവാം പറ്റും ഗൈസ്. ഞാൻ ഇത് ഏതാ ഡോറേച്ച് വന്നപ്പോൾ നമ്മളെ കാറ് കണ്ടു, ഞാൻ വിചാരിച്ചു ഇത് മറ്റേ ഡോറിൻ്റെ മച്ചല്ലേ ഗൈസ്, എനിക്ക് ആവുന്നു ഒന്നും മനസ്സിലാവണല്ലേ. ഇത് നമ്മൾ ഏത് റൂം? അടിച്ച പിന്നെ ഇവിടെ നമുക്ക് സ്വന്തം നമ്മളെ വിരുന്നുകാർ അങ്ങനെ ആരെങ്കിലൊക്കെ വരാണെങ്കിൽ ഒരു സെറ്റ് റൂമാണ് ഗൈസ് ഈ കാണുന്നത്. വൈബുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ടീമിന് എന്തെങ്കിലും വിളിച്ച് വരുത്തണമെങ്കിൽ അതിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഗൈസ്. ചായയൊക്കെ കുടിക്കാൻ. ഓ ഗൈസ് ഇത് ഏത് ഫോൺ? നമ്മളുടെ ഐഫോൺ കണ്ടടാ, F5